ആട്ടിടയൻ എന്ന് കേൾക്കുമ്പോൾ നിസ്വനായിട്ടുള്ള ഒരു സാധു മനുഷ്യൻ്റെ രൂപമാണല്ലോ മനസ്സിൽ വരിക. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനായ ഗുഡ് ഷെപ്പേർഡിൻ്റെ ഒരു ക്രൈസ്തവ ബിംബം കൂടി. ചുരുണ്ട വെള്ളരോമം നിറഞ്ഞ സാധുവായ കൂട്ടം വിടാത്ത ചെമ്മരിയാടും ചോര രുചിക്കാനായി കാത്തുനിന്ന കുറുക്കൻ്റെ മുമ്പിൽ കൊമ്പുകോർത്ത് പരസ്പരം മാഞ്ഞുകുത്തിയ കൊറ്റനാടും ഒന്നല്ല. ആദ്യത്തേത് ചെമ്മരിയാട്, ഇംഗ്ലീഷിൽ ഷീപ്പ്, രണ്ടാമത്തേത് കോലാട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഗോട്ട്. രണ്ടും തമ്മിൽ ബന്ധുക്കളാണെങ്കിലും രണ്ടും രണ്ട് സ്പീഷീസുകളാണ്. വ്യത്യസ്ത ക്രോമോസോം നമ്പറുകളുള്ള വ്യത്യസ്ത ജീവികൾ. കോലാടുകൾക്ക് 60 ക്രോമോസോമുകളുള്ളപ്പോൾ ചെമ്മരിയാടുകൾക്ക് 54 ക്രോമോസോമുകൾ മാത്രമേ ഉള്ളൂ. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പോലുമില്ല. എങ്കിലും നമ്മൾ ഇവ രണ്ടിനെയും ആട് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. പശുവും പോത്തും ആൻറ്റിലോപ്പുകളും ഒക്കെ ഉൾപ്പെടുന്ന ബൊവിഡെ കുടുംബത്തിലെ കാപ്രിനെ ഉപകുടുംബത്തിലാണ് ഈ 2 തരം ആടുകളും ഉൾപ്പെടുക. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാറ്. എങ്കിലും കൃത്രിമ ബീജസങ്കലനം നടത്തി ഗീപ്പ് എന്ന പേരിൽ ഷീപ്പ് ഗോട്ട് ഹൈബ്രിഡ് ഇനത്തെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗീപ്പുകൾ സാധാരണഗതിയിൽ വന്ധ്യരായിരിക്കും, അതായത് അവർക്ക് പ്രജനനശേഷി ഉണ്ടാവില്ല. എങ്കിലും ന്യൂസിലാൻഡിലും ഫ്രാൻസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചില കേസുകളുണ്ട് ഗീപ്പുകൾ ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായതായിട്ട്. എങ്കിലും അത് സാധാരണമല്ല.